അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ പുതിയ വീട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ നല്ല മഴയാണ് കേട്ടോ. ഇന്നലെ അത്ര മഴയില്ല കേട്ടോ, ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഇന്നലെ നമ്മൾ സിന്ധേച്ചിൻ്റെ വീട്ടിലായിരുന്നു. ഇന്ന് പിന്നെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. സന്തോഷേട്ടനെ അമ്മേനെയും കൊണ്ട് തിരുവനന്തപുരം പോയതാണ്. 3ാമത്തെ കീമോണ്. അപ്പോൾ അമ്മയ്ക്ക് മരുന്ന് ഇങ്ങനെ കയറി കൊണ്ട് നിൽക്കുകയാണ്. തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. 1/2 മണിക്കൂറൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ രാത്രി തന്നെ മടങ്ങുമെന്ന് പറഞ്ഞു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത ആഴ്ച പോയാൽ മതി. പിന്നെ ഇന്ന് പറഞ്ഞ കാര്യം ഡോക്ടർ പറഞ്ഞത് ഈ മാസം 30-ാം തീയതി റേഡിയേഷനും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽപ്പോൾ പറഞ്ഞിട്ടോ റേഡിയേഷൻ്റെ കാര്യം. അപ്പം ഇനി ഈ വരവും പോക്കൊന്നും നടക്കൂല, അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും വേണ്ടില്ല, പെട്ടെന്ന് മാറി കിട്ടട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പാലുകാച്ചലിൻ്റെ ഡേറ്റും ഫിക്സ് ആക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇന്ന് പിന്നെ ടൈൽസിൻ്റെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറഞ്ഞിരിക്കണേ, ടൈൽസിൻ്റെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി കുറച്ച് ചെറിയ പണിയും കൂടി ഉള്ളൂ ചെയ്യാൻ. ഇന്ന് പിന്നെ നമ്മളെ ഇപ്പോൾ ജനലിൻ്റെ പണിയും ഫുള്ളായിട്ടുണ്ട്. അതേപോലെ വാതിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലെ വാതിൽ വെച്ചിട്ടില്ല, അതേപോലെ അടുക്കളേൻ്റെ വാതിലും വെച്ചിട്ടില്ല. അല്ലാത്ത റൂമിൻ്റെ വാതിലൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ ഇന്നിപ്പോൾ കാണിച്ചു തരാൻ പറ്റുമെന്ന് തന്നെ അറിയില്ലെന്ന്, കാരണം ഇവിടെ മഴയും ഇടിയൊക്കെ ആയിരുന്നു. കറണ്ട് പോയിട്ടുണ്ട്. കറണ്ട് ഉണ്ടായാലും ഇവിടെ കറണ്ട് എന്താ പറയുക, കണക്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ ഒന്ന് ബൾബൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പണികളൊക്കെ ഒന്ന് തീർന്നിട്ടുണ്ട്. ബൾബല്ല, സ്വിച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിരുന്നത് അങ്ങനെ റൂമിലൊക്കെ അതിനുള്ള സെറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. പണികളൊക്കെ പെട്ടെന്ന് തീരുന്നുണ്ട്. പിന്നെ സന്തോഷേട്ടനും അമ്മയും ഒപ്പം ഇല്ലാത്തതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊക്കെ ആക്കി വെച്ചല്ലേ പറ്റുള്ളൂ. എല്ലാ സമാധാനവും സുഖവും കിട്ടൂല എന്ന് പറയുന്നത് ഇപ്പം അനുഭവത്തിൽ കൂടെ പഠിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഓരോന്ന് പോരും, നാളെ രാവിലെ എത്തും. അപ്പോൾ വന്നാൽ പിന്നെ നമ്മൾ വേഗം നമ്മൾ പാല് കാച്ചലിനുള്ള ഡേറ്റ് ആയാൽ വേഗം അമ്മേനെ കൊടുത്തിട്ട് നമ്മൾ പാല് കാച്ചും. പിന്നെ കമൻറ്റ് കൂടെ ചോദിച്ചിരുന്നു പാല് കാച്ചലിന് വിളിക്കൂലേ ചോദിച്ചിരുന്നു. അപ്പോൾ അമ്മേൻ്റെ സിറ്റുവേഷൻ അറിയാലോ, അങ്ങനെ ആൾ കൂടാനും അമ്മേനെ കൂട്ടത്തിൽ കൂട്ടാനൊന്നും പറ്റൂല, ഇൻഫെക്ഷൻ വരും, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ ഈ വേണ്ടിപ്പെട്ട ചേച്ചിമാരും നമ്മളും മാത്രം കൂടിയിട്ട് പാല് കാച്ചും. എന്നിട്ട് അമ്മേൻ്റെ ഈ റേഡിയേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ കുടിരിക്കൽ കഴിക്കലുണ്ട് കേട്ടോ. അത് നമ്മളെപ്പോഴും എല്ലാ വീഡിയോയിലും പറയലുണ്ട്, ആരും മിസ്സാക്കൂല. എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ കുട്ടിക്കൽ കഴിക്കും. അല്ല അപ്പോൾ വാ നമുക്ക് വീട് വാതിൽ കാണിച്ചു കൊടുക്കാം. എന്താ ഭാവി ചുമക്കിനെ. പിന്നെ ഇന്നലെ അപ്പൂസിനെ ഞാൻ ഇങ്ങനെ തൊടുമ്പോഴും, ഇന്നലെ മാത്രമല്ല കേട്ടോ, എപ്പോഴും അപ്പൂസിനെ ഇങ്ങനെ ഞാൻ നേരെ കൈ വയ്ക്കുമ്പോഴൊക്കെ അപ്പൂസ് ഇങ്ങനെ കൈ തട്ടും. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു അപ്പൂസ് എന്താ അനുസരണമല്ലാത്തത്, അമ്മ തൊടുമ്പോൾ കൈ തട്ടി മാറ്റുന്ന അറിയുന്നു. പക്ഷെ അത് സ്നേഹക്കുറവുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഓനെപ്പോഴും അങ്ങനെ തന്നെ, ഓനങ്ങനെ പിടിക്കുന്നത് ഓന് ഇഷ്ടമല്ല. ഞങ്ങൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഓന് വേഗം കൈ തട്ടി മാറ്റും. ചെറുതാകുമ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഓന് അങ്ങനെയാണ്, എന്താ ചെയ്യുക. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്കൊരു കുട്ടിയല്ലേ ഉള്ളൂ. പക്ഷെ ഓനത് ഇഷ്ടമല്ല. എന്നാലും ഞാൻ അറിയാതെ പോയി പിടിക്കണ്. ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഇരുട്ടുണ്ടാകുമ്പോൾ ഫ്ലാഷ് എടുത്തതാണ്, എന്നാലേ ചിലപ്പോൾ കാണുന്നുണ്ടാവും. ഇരുട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നോട് നനയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് ഓടി നനയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം തന്നെ നനച്ചാൽ വഴിക്ക് വീഴും, വെള്ളം നിൽക്കണ കാണൂല. അപ്പോൾ നനച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ആദ്യം തന്നെ അടുക്കളത്തെ വാതിൽ കാണിക്കാം. നമുക്ക് വാതിൽ കാണിക്കാമോ? ഇതാണ് നമ്മളെ വാതിൽ. കാണില്ലേ? എങ്ങനെയുണ്ട് വർക്ക്? ഭാവി കുട്ടീൻ്റെ അച്ഛനാട്ടോ വാതിൽ സെലക്ട് ചെയ്തത്. ഭാവി ഞങ്ങൾ നമ്മളെ വാതിൽ വെച്ച ആൾ ഒരു ബുക്ക് തന്നിരുന്നു. അതിന്ന് വേണ്ടത് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞതായിരുന്നു കേട്ടോ, ഏതാ മോഡലിന്ന്. അപ്പോൾ സിമ്പിളായിട്ടുള്ള വർക്കുള്ള വാതിൽ നോക്കിയെടുത്തതാണ്. ഇത് കണ്ടോ, കുഴപ്പമില്ല അല്ലേ? അഭിപ്രായമൊക്കെ പറഞ്ഞട്ടോ, നിങ്ങളെ അഭിപ്രായം കൂടി. അല്ല എന്തായാലും വെച്ച് കഴിഞ്ഞു. പിന്നെ വാതിലൊന്ന് വെക്കുമ്പോൾ എങ്ങനെ എല്ലാവരോടും ചോദിക്കാം. അപ്പോൾ നമ്മളൊന്ന് വെച്ചു. ഈ മോഡൽ തന്നെയാണ് എല്ലായിടത്തും വെച്ചത്. നമ്മളെ ബെഡ്റൂമിനും തന്നെയാണ്. എങ്ങനെയപ്പോൾ തുറക്കാനൊക്കെ പഠിച്ചിട്ട് വേണം. അപ്പൂസിൻ്റെ ഇതിനുള്ളിലേക്ക്
കയറിയപ്പോൾ തന്നെ പറയണേ വേഗം വേഗം അടക്കി. അപ്പോൾ ഞാൻ കേട് വരുത്തുന്നു. അപ്പം ഇങ്ങനത്തെ ലോക്കൊന്നുള്ള വാതിൽ തുറന്ന് ശീലമല്ല, അതുകൊണ്ടാണ് അപ്പു എന്നോട് ശ്രദ്ധിക്കാൻ പറയുന്നത് കേട്ടോ. അല്ലാതെ തന്നെ പറയാം അമ്മയ്ക്ക് ശ്രദ്ധല്ല, അമ്മ വേഗം കേട് വരുത്തുന്നു. ഭാവി എങ്ങനെയുണ്ട് നമ്മളെ വീട്? സൂപ്പർ. പിന്നെ ഇത് എവിടെടാ ഇതിന്റെ ചാവി എന്ത്? അപ്പൊ ഇതൊക്കെ പൂട്ടിയിരുന്നോ? എൻ്റെ റൂമാണ്. കാരണം കണ്ടോ ഇത് ലോക്ക് ഇട്ടേച്ച് പോയിട്ടുണ്ട്. ഏതാ ഇപ്പൊ സാധനം? തുറക്ക്. അപ്പൊ ലോക്ക് ഇട്ടേച്ചതാണ്. ചാവി ചാവി ട്രൗസറിന്റെ കീശയിൽ ഇട്ട് വെച്ചതാ. ഉച്ചക്കൊക്കെ എനിക്ക് ഭയങ്കര പനിയെന്ന് കേട്ടോ. എനിക്ക് സന്തോഷേട്ടൻ്റെ അമ്മയും പോയ അപ്പൊ പനി പോയ ടെൻഷൻ അടിച്ച് പനി വരികയാണ്. ജനൽ പറഞ്ഞിട്ടുള്ളതാ വിളിച്ചിട്ടുണ്ട്. അച്ഛനാണ് പോയതല്ലേ? അച്ഛനെ അച്ഛനാണ് അത് ഒന്ന് തുറന്നു പഠിച്ചാണ്. ഇവിടെയൊക്കെ ഒന്ന് അവിടെ മോളിലൊക്കെ ഇവിടെയൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കാൻ കേട്ടോ. ഒന്ന് വൃത്തിയാക്കിയിടുക. നാളെ ഒന്ന് നാളെയും പണിക്കാരുണ്ട്. പിന്നെ അപ്പൊ ഇത് കാണിച്ചോളൂ മോളിൽ ഇതൊക്കെ ഫിറ്റാക്കിയത് ബൾബ് കാണില്ലേ? കണ്ടാ ബൾബിനുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കുറെ ബൾബുണ്ട് കേട്ടോ. എത്രയോ ബൾബുണ്ട്. എത്ര അച്ഛൻ പറഞ്ഞു, ഞാൻ മറന്നുപോയി. വേണ്ടത് ഇതൊക്കെ ഇങ്ങനെ ആക്കാനുണ്ട്. ഇതൊക്കെ പുറത്തേക്ക് ആക്കി വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഫിറ്റാക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ റൂമിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ ആക്കി കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടേക്ക് വെച്ചു. പിന്നെ അതേപോലെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ സോക്കേഴ്സിക്ക് 2 ബൾബുണ്ട്. പിന്നെ നമ്മളെ സോക്കേഴ്സിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് അല്ലേ അപ്പൂസ? നമ്മളെ വാസേട്ടന് നമ്മളെ സോക്കേഴ്സിക്കുള്ള ഫസ്റ്റ് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫോണിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷം. കാണണ്ട? കാണില്ല? കണ്ട? ഇതാണ് നമ്മളെ ഫസ്റ്റ് ഷോക്കേഴ്സിക്കുള്ള ഫസ്റ്റ് സമ്മാനം വാസേട്ടൻ്റെ കേട്ടോ. അമ്മ വരുന്നുണ്ടോ? ഇപ്പൊ ഭാവിക്കുട്ടീൻ്റെ അമ്മമ്മ വരുന്നുണ്ട്. അമ്മമ്മ അല്ല അച്ഛമ്മ. ഭാവി പോയിക്കോ, ഒരു ടാറ്റ എടുത്ത് പോയേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കളയാൻ പറ്റൂല. പിന്നെ ഇതുണ്ടോ, ഇതൊക്കെ നമ്മളെ ടൈല് കെട്ടിക്കൊടുത്ത സാധനമാണ്. ഇതുകൊണ്ട് മുറ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് മുറ ഉണ്ടാക്കിയാൽ നല്ല ഉറപ്പാണ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ മുറ ഉണ്ടാക്കണ ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തർ കൊടുത്താൽ നമുക്കെല്ലാം മുറം ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെറുക്കി ചാക്കിലാക്കി വെക്കണം, എന്നിട്ട് നമുക്ക് മുറ ഉണ്ടാക്കാം. അതേപോലെ പേപ്പർ ഒക്കെ വിറ്റാൽ നല്ല പൈസ കിട്ടുമെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത്, എനിക്കറിയില്ല, ഇതൊക്കെ നമുക്ക് കുറച്ച് പാക്കിക്കുന്ന ഇതൊക്കെ പാടെ ചാക്കിലാക്കിയിട്ടേ കാണില്ലേ അവിടെ വെക്കണം. എന്നാൽ പിന്നെ ഇരുട്ടാണല്ലേ. ഇതെല്ലാം കൂടി എന്താ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുന്നു. അപ്പോൾ അത് വിറ്റാല പൈസ കിട്ടുമല്ലോ. അപ്പോൾ ചാക്കിലാക്കി വെക്കണം. എന്നിട്ട് ഇത് നനയ്ക്കണം. അവിടെ കുറച്ച് പണികളൊക്കെ ചെയ്യാണ്ട്. എന്താണ് ഇരുട്ടായിട്ടോ? ഇവിടുന്ന് കുറേ പാത്രങ്ങൾ കൊണ്ടാണ്ട് ഭക്ഷണം കൊടുത്ത കുറേ പണികളുണ്ട്. എങ്ങട്ടാ പൂച്ചതായിരുന്നു. നമ്മൾ വരാനോ ഇല്ല, പൂച്ച ഇങ്ങോട്ട് വരിക തുടങ്ങി. അപ്പം എന്താ പറയുക, ഇപ്പം നാളെ സന്തോഷമായിട്ട് വന്നാൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അമ്മേൻ്റെ വിശേഷങ്ങൾ ഇന്ന് കൂടുതൽ അറിയാം. ഇനിയിപ്പോൾ റേഡിയേഷനെ കുറിച്ചൊക്കെ അറിയാം. 30-ാം തീയതി റേഡിയേഷൻ വന്നാൽ പിന്നെ അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ സന്ദേശിനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റൂല. കാരണം 1-1.5 മാസത്തോളം റേഡിയേഷന് വേണ്ടിയിട്ട് അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ സന്ദേശിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. പിന്നെ അവിടെ നിൽക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഞാനൊക്കെ ഇനി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ അപ്പോസിനെയും കൊണ്ടൊക്കെ ഇനി സ്കൂളൊക്കെ ലീവാക്കിയിട്ടോ എന്തെങ്കിലും ചെയ്ത് അവിടെ നിൽക്കേണ്ടി വരും. നേരിട്ട് പറഞ്ഞു കൊടുക്കും. നാളെ വരും. നാളെ വരും. റേഡിയേഷൻ തുടങ്ങി അവിടേക്ക് പോകേണ്ടി വരും.
എന്നാലും നമ്മൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് മാറിയാൽ പിന്നെ സമാധാനമാണ്. കൊണ്ടേ വാതിലേ. അപ്പൊ റേഡിയേഷൻ ചെയ്യാൻ അമ്മമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. ആ ഒരു ദിവസം ഇവിടെ കട്ടിലൊക്കെ. ആ അമ്മമ്മേനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ നമ്മൾ വിശേഷം നിർത്തുക കേട്ടോ. നാളെ നമുക്ക് ഇനി വേറെ വിശേഷമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.